നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ലോകരക്ഷകനായി അവതരിച്ച ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദിവ്യ സന്ദേശവുമായി സമാഗതമാകുന്ന ക്രിസ്മസിനെ വരവേൽക്കാൻ നാടുനഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. തിരൂർ YMCA ക്രിസ്മസ് പുതുവത്സരാഘോഷം തിരൂർ GMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. 100ഓളം പാപ്പമാർ നഗരത്തിൽ അണിനിരന്ന് പാപ്പാ ഷോ, പുൽക്കൂട് പ്രദർശനം, പൊതുസമ്മേളനം, ക്രിസ്മസ് കേക്ക് വിതരണം, കരോൾ ഗാനാലാപനം, വിവിധതരം ഡാൻസുകൾ തുടങ്ങിയവ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ആഘോഷങ്ങൾ ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. TDRF പ്രവർത്തകർക്ക് ഉപഹാരം നൽകി MP ആദരിച്ചു. തിരൂർ YMCA പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു. YMCA ദേശീയ സമിതി അംഗം ഡോക്ടർ KM തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി. നഗരസഭാ അധ്യക്ഷ AP നസീമ പുതുവത്സര സന്ദേശം നൽകി കേക്ക് മുറിച്ചു. K ജോൺസൺ ഉപദേശി പ്രാർത്ഥന നടത്തി. റീന ബിനു ബൈബിൾ വായിച്ചു. ഫാദർ ജോസഫ് മണ്ണാഞ്ചേരി, ഫാദർ അനീഷ് തോമസ്, YMCA സെക്രട്ടറി S ദാനം, മനോജ് ജോസ്, PP അബ്ദുറഹ്മാൻ, ഷാജി ജോർ എന്നിവർ പ്രസംഗിച്ചു. Was seated by my side, the horse was lean and lank, his fortune seemed his lot. We got into a drifted bank and then we got upstart. Oh! Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one. വർഷത്തിലേറെയായി തിരൂരിന്റെ സാംസ്കാരിക മാനവരാശിയുടെ രക്ഷയ്ക്കായി പൂജാതനായ ശ്രീ യേശുനാഥന്റെ തിരുപ്പിറവി. By my side, the horse was lean and lank, his fortune seemed his lot. We got into a drifted bank and then we got upstart. Oh! Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one. ഈ ഒരു പ്രത്യേക സൂര്യത്തിൽ ഇവിടെ കടന്നുവന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. YMCA പ്രസ്ഥാനം ഈ ലോകത്തിലെ യുവജനങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായിട്ട് അവരെ പ്രയോജനമുള്ളവരായി
ഈ ലോകത്തിലേക്ക് തീർക്കുന്നതിന് വേണ്ടി ജന്മമെടുത്ത ഒരു പ്രസ്ഥാനം 1844. അതുപോലെ തന്നെ നമ്മുടെ തിരൂരിലെ അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ ഹെൽപ്പേഴ്സ്, അവരുടെ യൂണിറ്റിൽ നിന്നുള്ള ടീച്ചേഴ്സ് എന്നോട് അധികം ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയാണ്. സാറിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുതൽ ഉണ്ടാകുമായിരുന്നില്ലേ? ഈ മലബാറിലുള്ള തിരുവനന്തപുരത്തടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് ധാരാളം ഡിക്ഷണറികളുണ്ട്. ഗുഡ്ഡൻ സാഹിബിനെ പോലെ, അർണസ്വാദിയെ പോലെ വളരെ കാലമായി മലയാളത്തെ കണ്ടെത്തുകയും തങ്ങളുടെ രചനകളിലൂടെ അത് സന്തോഷമാക്കുകയും ചെയ്തവരെ വിസ്മരിക്കാൻ കഴിയും. അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള നവോത്ഥാന സംരംഭങ്ങളിൽ വളരെ സജീവമായി മുമ്പോട്ട് നടന്ന ഒരു സമുദായത്തിൻ്റെ എണ്ണി പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിസ്മസ് ആഘോഷ പരിപാടികളാണ്. വിശ്വ സംസ്കാരത്തിൻ്റെ സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നാടാണ് ഇന്ത്യ മഹാരാജ്യം. വ്യത്യസ്തമായ ഒരുപാട് സംസ്കാരങ്ങളും വ്യത്യസ്തമായ ചിന്താധാരകളും എല്ലാമുള്ള രാജ്യത്ത് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാൻ തങ്ങളുടെ ഐഡിയോളജി തീർച്ചയായിട്ടും ഐഡിയോളജി തന്നെയാണ്. എങ്കിൽ പോലും ഐഡിയോളജി വെച്ചുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് സിദ്ധാന്തവും പ്രായോഗികതയും രണ്ടും സമമായി സമന്വയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ല സ്കിൽ എന്ന് പറയുന്നത്. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ തിരുവൈദ്യയെക്കുറിച്ച് അറിയാം. ഇതിൻ്റെ പ്രവർത്തക കൂട്ടായ്മ വിവിധ വിഭാഗങ്ങളാകുന്ന ക്രിസ്ത്യാനികളുടെ ഒന്നിച്ചുള്ള കൂടിച്ചേരലുകൾ, അതോടൊപ്പം തന്നെ മലപ്പുറത്തിൻ്റെ സഹോദരന്മാരുടെ മറ്റു മത്സരങ്ങളെയും കൂടെ ഒരു കൂട്ടായ്മയായിക്കൊണ്ട് ഇന്ന് ഈ ടൗണിൻ്റെ മാർഗിലൂടെ നമ്മൾ നടന്നു വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, രാഷ്ട്രീയമായി മാറ്റമുണ്ടാവാം, ജാതി മതമായിട്ടൊക്കെ മാറ്റമുണ്ടാവാമെങ്കിലും ആരും ആരുടെയും മതത്തിലോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലോ കൈകടത്താതെ എല്ലാവരുടെയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാവരുടെ ആഘോഷങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകർക്കായാലും അല്ലെങ്കിൽ സാധാരണക്കാർക്കും മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും നമ്മോടൊപ്പം സഹകരിക്കും. അത് ഏത് മതവിശ്വാസത്തിന്, പെരുന്നാളായാലും ഈസ്റ്ററായാലും അതുപോലെ ക്രിസ്മസ്, ഏതൊരു ആഘോഷം വന്നാലും ഓണമായാലും എല്ലാവരും ഒരുമിച്ച്, നഗരസഭയിൽ പോലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എല്ലാം ആഘോഷിച്ച് എല്ലാ വ്യത്യസ്ത മതക്കാരുടെയും സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അത് ചെയ്ത് നിലനിർത്തി വരാറുണ്ട്. കാരണം ഭൂമി ഒരുത്തൻ്റേതുമല്ല, അല്ലെങ്കിൽ ഒരു ജാതിയുടേതോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റേതോ അല്ല. ഇവിടെയുള്ള ഏറ്റവും വലിയ അന്തസ്സത്ത എന്താണെന്ന് വെച്ചാൽ സ്നേഹമാണ് സഹോദരങ്ങളെ. സ്നേഹമില്ലാതെ മറ്റെന്തുണ്ടായിട്ടും യാതൊരു കാര്യമില്ല. വളരെ നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുകയും നിങ്ങളുടെ YMCA പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളായാലും അങ്ങനെ ലിബി മനോജ് പ്രസിഡന്റായി വന്നതിന് ശേഷം തന്നെ അവർ സംഘടിപ്പിക്കുന്ന ഒട്ടനവധി പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകൾ ഇവിടെ കുറവാണ്. എന്നിരുന്നാലും ഇത്രയധികം ആളുകളെ ഒരുമിച്ച് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് സ്നേഹം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മെ കാണിച്ചു തരുന്നു എന്നാണ്. സ്നേഹം എല്ലായിടത്തും ഉണ്ട്. ഈ ഇരിക്കുന്ന സദസ്സിലും ഇവിടെ ചുറ്റുപാടും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ ഇത് ഒരാൾ തൊട്ടാൽ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നിൽക്കുന്നതെന്നുള്ളത്. സ്നേഹം ഒരു അനുഭവമായി കഴിയുമ്പോഴാണ് മനുഷ്യന് ബോധ്യപ്പെടുന്നത്. ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സന്ദേശം നൽകിക്കൊണ്ട് ക്രിസ്മസ് കടന്നു വരികയായി. തീർച്ചയായും ഈ ക്രിസ്മസിനെയും പുതുവത്സരത്തെയും സന്തോഷത്തോടു കൂടി വരവേൽക്കുന്ന സമയത്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗിക്കും. ഇന്നത്തെ പ്രോഗ്രാം വിജയകരമായി പൂർത്തീകരിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ്. ഈ സഹകരണത്തിൽ അതിയായ നന്ദി അർപ്പിക്കുന്നുണ്ട്.
സാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.